إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر إلى الذي حاج إبراهيم في ربه أن آتاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. പ്രിയങ്കരായ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും അവകളെ പ്രായോഗികവൽക്കരിക്കുകയും അവസാന നിമിഷം വരെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി ജീവിക്കുവാനും അവൻ്റെ റിളയിലേക്ക് സന്തോഷത്തോടുകൂടി കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദ്റത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതവും സന്ദേശവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിത സന്ദേശത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഊർ പട്ടണത്തിലെ അല്ലെങ്കിൽ ബാബിലോണിയൻ സംസ്കാരത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായിരുന്ന ഊർ പട്ടണത്തിലെ വളരെ പ്രധാനപ്പെട്ട അമേലു എന്ന ഉന്നതമായ കുലത്തിൽ ജനിച്ച് അവിടുത്തെ കൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ആസിർ എന്ന പിതാവിന്റെ മകനായി ജനിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയ വിപ്ലവകരമായ മുന്നേറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഭൗതികതയോട് വലിയ താല്പര്യമുണ്ടായിരുന്ന ഊർ പട്ടണത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുന്നോട്ട് വയ്ക്കുന്ന ദർശനങ്ങളെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതുമൂലമുണ്ടാകുന്ന രാജ്യദ്രോഹ പ്രശ്നങ്ങളും തുടർന്ന് നിഷേധിക്കപ്പെടാവുന്ന ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളുമൊക്കെ അവരെ ഭയപ്പെടുത്തിയിരുന്നത് കൊണ്ടാവാം പിതാവടക്കമുള്ള ആളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാർഗത്തോട് വിമുഖത കാണിച്ചത് എന്നാണ് ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ചർച്ചയിൽ ഖുതുബയിൽ ഏതൊക്കെ വർഗങ്ങളായിരുന്നു ബാബിലോണിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഊർ പട്ടണത്തിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി.
അതുകൊണ്ട് തന്നെ വലിയ ഉന്നത സ്ഥാനം പലപ്പോഴും നമ്മെ ഭൗതികതയിൽ പിടിച്ചു നിർത്താൻ കാരണമാകാറുണ്ട്. അതിനുള്ള വലിയ പ്രേരണകൾ നമുക്ക് നൽകാറുണ്ട്. അപ്പൊ ഇവിടെ ദുനിയാവ് വേണമോ അതല്ല ദീൻ വേണമോ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ഭൗതികത നമ്മോട് ചോദിക്കാറുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെയും എനിക്ക് ദീൻ മതി, എനിക്ക് ദുനിയാവിനേക്കാൾ ഏറെ വലുത് അതാണ് എന്ന് ചിന്തിക്കുകയും ആ നിലയ്ക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് നമ്മുടെ സമൂഹത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ അവസരത്തിൽ ദീനും ദുനിയാവും ഒരുമിച്ച് വരുമ്പോൾ തൽക്കാലം ദുനിയാവ് തന്നെ മതി, ദീനിന്റെ കാര്യം പിന്നെ നമുക്ക് നോക്കാം എന്ന കാഴ്ചപ്പാടോടുകൂടി ആ ദീനിനെ ജീവിതത്തിന്റെ പിന്നോക്കം തട്ടിയെറിയുന്ന സാഹചര്യങ്ങൾ അതാണ് അധികവും നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നാം ഒരു പരിശോധന നടത്തിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ആ ഒരു കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ട് ഊർ പട്ടണത്തിലെ ജനത ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ ശക്തിയുക്തം എതിർത്തതിനെ നമുക്ക് അതേ നിലയ്ക്ക് തന്നെ എതിർക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിനെ എതിർക്കാൻ കഴിയണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച 3 പേർ എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ചുരുങ്ങേണ്ടി വരും. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ സഹധർമ്മിണി സാറാ ബീവിയാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ അടുത്ത ബന്ധുവായ ലൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം നാട് വിട്ട് ഹിജറ ചെയ്യുമ്പോൾ ഈ 2 പേരെയുമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോടൊപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവിടുത്തെ സാമ്പ്രദായികമായ മതത്തെ പിന്തുണയ്ക്കുകയും അവിടുത്തെ ഗവൺമെന്റിന് എതിര് നിൽക്കാതെ ഇരിക്കുകയും അങ്ങനെ ഒരു രാജ്യദ്രോഹി ആകാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് ആ ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പ്രകടിപ്പിച്ചത് എന്നാണ് ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പൊ ഇവിടെയാണ് അതർവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും ഖുർആനുമാണോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അവ വാഗ്ദാനം ചെയ്യുന്ന പരലോക ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളാണോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അതല്ല ഈ ഭൗതിക ലോകത്തുള്ള താൽക്കാലികമായ സുഖസൗകര്യങ്ങളാണോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ളൊരു വിഷയത്തിൽ ഞാനൊരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ വസ്തുതകളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ ഒരു തീരുമാനം എടുക്കുന്നത് വരെ പലപ്പോഴും ഓരോ പ്രവാചകന്മാരുടെയും അവരുടെ നാടുകളുടെയും അവരുടെ ജീവിത സന്ദേശങ്ങളുടെയും യാഥാർത്ഥ്യം പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ടെന്നുള്ളതാണ്. കേവലമായ ചില വിമർശനങ്ങൾ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ചരിത്രങ്ങളെ പലപ്പോഴും സമീപിക്കുന്ന തെറ്റായ ഒരു സമീപന രീതി ജീവിതത്തിൽ എനിക്ക് പുലർത്തേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല, ഖുർആൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരുതരം ആത്മവഞ്ചന നടത്തി ഞാൻ ജീവിതത്തിൽ സ്വയം ഒരു വിഡ്ഢിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരം യാഥാർത്ഥ്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും മറ്റൊരായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയുടെ 258 ആയത്ത് പരിശോധിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ രാജാവ് തന്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇബ്രാഹിം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉന്നത കുലജാതനായ ഒരു വ്യക്തി തന്റെ സാമ്രാജ്യത്വത്തിനെതിരിൽ, തന്റെ അധികാരത്തിനെതിരിൽ, തന്റെ ഉലൂഹിയത്തിന് അല്ലെങ്കിൽ ദൈവികതയ്ക്കെതിരിൽ ശക്തമായ രൂപത്തിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നു. ആ വാദത്തിനനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത, അതും തന്റെ കൊട്ടാരത്തിൽ തന്റെ അധികാരത്തെയും തന്റെ ദൈവികതയ്ക്കും ഒക്കെ വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, തന്റെ വളരെ അടുപ്പമുള്ള ഉന്നതമായ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായ ആസിർ എന്ന് പേരുള്ള ആ ഒരു വ്യക്തിയുടെ പുത്രനും കൂടി ആകുമ്പോൾ ആ ഒരു സംഗതിക്ക് കുറേയധികം ഗൗരവം ഉണ്ടാകുമല്ലോ. അപ്പൊ ആ നിലയ്ക്കാണ് ഈ ഒരു ചെറുപ്പക്കാരനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്.
അങ്ങനെ നമ്രൂദ് എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന രാജാവ് ഇബ്രാഹിമിനോട് ദൈവീകതയെക്കുറിച്ച് ചോദിക്കുകയാണ്. എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവീകമായ സങ്കല്പങ്ങൾക്കും അപ്പുറം താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പരമ്പരാഗതമായി നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന ദൈവീക സങ്കല്പങ്ങൾക്കും അപ്പുറം പലപ്പോഴും അത്തരം ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ കോപം ക്ഷണിച്ചു വരുത്തുന്ന രൂപത്തിൽ, നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഏതൊരു ദൈവീകമായ ദർശനത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് ഇവിടെ നമ്രൂദ് ചോദിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പരമ്പരാഗതമായ ആശയങ്ങളെ പിൻപറ്റുന്ന ഒരു മുസ്ലിം പള്ളിയിൽ അവിടുത്തെ ഖത്തീബ് നടത്തിയ ഒരു പ്രഭാഷണത്തെ കുറിച്ച് ഒരു സഹോദരൻ പറയുന്നുണ്ടായി. അതായത് മാല മൗലൂദുകൾ നമുക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് മാത്രമാണ് ലോകത്ത് ഇത്രയധികം മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം ജനങ്ങളെ ബോധിപ്പിക്കുന്നത്. മാല മൗലൂദുകൾ, മാലകളിലൂടെ പാടിപ്പുകഴ്ത്തപ്പെടുന്ന ഷെയ്ഖുമാരുടെയും അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടെയും മഹത്വങ്ങളെ കൂടുതൽ പർവ്വതീകരിക്കപ്പെടുകയും അത് കൂടുതൽ പർവ്വതീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി അവരിലൊക്കെ ഉലൂഹിയത്ത് ചാർത്തപ്പെടുകയും ചെയ്യുന്ന, പലപ്പോഴും ശിർക്കിന്റെ ഭീകരമായ അവസ്ഥയിലേക്ക് വരെ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന അത്തരം ചില വിഷയങ്ങൾ ജനങ്ങൾ ഉത്ബുദ്ധരായതുകൊണ്ടാണ്, അല്ലെങ്കിൽ യഥാർത്ഥ തൗഹീദി ആശയങ്ങളിലേക്ക് ജനങ്ങൾ വന്നതുകൊണ്ടാണ് കേരളക്കരയിൽ ഉള്ള മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചു നാൾക്ക് നാൾ അത്തരം അന്ധമായ വിശ്വാസങ്ങളിൽ നിന്നും അബദ്ധധാരണകളിൽ നിന്നും കൂടുതൽ പഠനങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും സമീപിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം സംഗതികളെ, അബദ്ധധാരണകളിൽ നിന്നും ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ടും അത് തുടർന്ന് മുന്നോട്ട് പോകുന്നത് കൊണ്ടുമാണ് ലോകത്ത് ഇത്രയധികം പരീക്ഷണങ്ങൾ മുസ്ലിമീങ്ങൾക്ക് മേൽ വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളും ഇവിടുത്തെ നമ്രൂദിന്റെ വാക്കുകളും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. പരമ്പരാഗതമായി നമ്മൾ ആചരിച്ചു വരുന്ന ദേവീദേവ ദർശനങ്ങൾ, വിശ്വാസങ്ങൾ, അതിനെയൊക്കെ താങ്കൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് മാത്രമാണ് ഉലൂഹിയത്തിന് അധികാരമുള്ളത്. അത്തരം തൗഹീദി ആദർശങ്ങളുമായി താങ്കൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ ബാധിക്കാൻ പോകുന്ന കടുത്ത പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ താങ്കളൊന്ന് മനസ്സിലാകണം എന്നുള്ള നിലയ്ക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ ആ രാജ്യത്തിന്റെ ഭരണാധികാരി ഉപദേശിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ വെടിയണം, താങ്കൾ താങ്കളുടെ പിതാവിന്റെ പാതയിലേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് തിരിച്ച് രാജാവിനോട് പറയും. നമ്മെ സൃഷ്ടിച്ച, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപനായ, സൃഷ്ടാവായ ഏകനായ അല്ലാഹു സുബ്ഹാനഹു തആലയെ തിരിച്ചറിയേണ്ട ആവശ്യകത നമ്മെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി നമ്മുടെ പൂർവികന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങൾക്കും ദൈവീക സങ്കല്പങ്ങൾക്കും ധാരാളം പ്രശ്നങ്ങളുണ്ട്. ചരിത്രപരമായി അതിൻ്റെയൊക്കെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നാം എങ്ങാനും അന്വേഷിക്കാൻ ശ്രമിച്ചാൽ പൂർവികരായിട്ടുള്ള ആദരണീയരായ പ്രവാചകന്മാരുടെ ആശയങ്ങൾക്കും വാക്കുകൾക്കും റിസാലത്തുകൾക്കും ഭംഗം വരുത്തിക്കൊണ്ട് അവയിൽ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള, മനുഷ്യൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളുടെ കൂട്ടി കലർത്തലുകൾ നടന്നിട്ടുണ്ട്. അതേ തുടർന്നാണ് ഏകനായ അള്ളാഹു എന്ന സങ്കല്പത്തിൽ നിന്നും ഇന്ന് ദ്വിത്വ സങ്കല്പം എന്ന തെറ്റായ ദർശനങ്ങളിലേക്കും കാഴ്ചപ്പാടിലേക്കും നമ്മൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് രാജാവേ, ഏകനായ ഇലാഹിനെ താങ്കൾ ഉൾക്കൊള്ളണം എന്നുള്ള നിലയ്ക്കുള്ള ചർച്ചയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ അതൊരു തർക്കമായിട്ട് മാറുകയാണ്. നമുക്കറിയാം തർക്കം എവിടെയാണ് രൂപപ്പെടുന്നത്. എന്റെ ആശയങ്ങളോട് 100% യോജിക്കുന്ന ഒരു വ്യക്തിയോട് എന്റെ ആശയങ്ങൾ ഞാൻ പങ്കുവെച്ചു കഴിഞ്ഞാൽ അവിടെ സമാധാനപരമായ, ആവേശകരമായ ഒരു ചർച്ചയായിരിക്കും രൂപപ്പെടുക.
അതേ അവസരത്തിൽ എൻ്റെ ആശയങ്ങളോട് ഒരു നിലയ്ക്കും യോജിക്കാത്ത ചില ചിന്തകളും കാഴ്ചപ്പാടുകളുമായി എന്നെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയോടാണ് എൻ്റെ ആശയങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായും തർക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളതൊരു സത്യമാണ്. ആ നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. അള്ളാഹുവിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങൾ നമ്രൂദിന്റെ മുന്നിലേക്ക് വെച്ചപ്പോൾ നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് തർക്കിക്കുവാൻ തയ്യാറായി. അങ്ങനെ അള്ളാഹുവിന്റെ മുൽക്കിയത്തിനെ കുറിച്ചും അധികാരത്തെക്കുറിച്ചും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞു, ഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അല്ലദീ യുഹ്യീ വ യുമീത്. വളരെ യുക്തിഭദ്രമായ രൂപത്തിൽ ലോജിക്കിനെ മുൻനിർത്തിക്കൊണ്ട്, യുക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന് പറഞ്ഞു, എന്റെ അള്ളാഹുവിന്റെ പ്രത്യേകത, അവന്റെ കഴിവ് എന്നുള്ളത് ആളുകളെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിവുള്ളവനാണ്. എന്തായാലും ഭൗതികമായ തലത്തിൽ അത്തരം ഒരു ശേഷിയെക്കുറിച്ചോ പ്രാപ്തിയെക്കുറിച്ചോ ഒന്നും ആ നാടോ അല്ലെങ്കിൽ അന്ന് വരെയുള്ള കേട്ടുകഴിവുകളിലൊന്നും മനുഷ്യൻ ആ ഒരു കഴിവിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ള യുക്തിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ജീവന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. ജീവിപ്പിക്കാനും അതുപോലെ തന്നെ മരിപ്പിക്കാനും കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. കാരണം ഊർ പട്ടണത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവസ്ഥകളെ കുറിച്ച് നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫിലോസഫികൾ കൊണ്ടും വലിയ ഉന്നതമായ കാഴ്ചപ്പാടുകൾ കൊണ്ടും വിദ്യാസമ്പന്നരായിരുന്നു ആ ഒരു നാട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻകാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും നിസാരത്തിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു സംസ്കാരത്തിന്റെ ഒരു ഈറ്റില്ലം എന്നുള്ള നിലയ്ക്ക്, കാരണം നമുക്കറിയാം ബാബിലോണിയൻ സംസ്കാരം, സിവിലൈസേഷൻ എന്നുള്ളത് മെസപ്പൊട്ടേമിയയുടെ ബാക്കി പത്രമാണ്. അപ്പൊ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ലോകത്ത് വളരെയധികം അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ്. അപ്പൊ ആ ഒരു സംസ്കൃതിയുടെ ഭാഗമായി അന്നാട്ടിലെ ജനങ്ങൾ നാഗരികതകളുടെ വിഷയത്തിലും വിദ്യാഭ്യാസത്തിന്റെ രംഗത്തുമൊക്കെ ഉന്നതിയിലായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ അതിന്റെ ബാക്കി പത്രം എന്നുള്ള നിലയ്ക്ക് ആ നിലയ്ക്കുള്ള എല്ലാ സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യവും ബാബിലോണിയയുടെ സംസ്കാരത്തെ പിൻപറ്റുന്ന ബാബിലോണിയയുടെ ഭാഗമായിട്ടുള്ള ഊർ പട്ടണത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ എല്ലാ വശങ്ങളും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സംസാരിക്കുന്നത്, എന്റെ ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആളുകളെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയും. അപ്പോഴാണ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്. കൊട്ടാരത്തിൽ നിന്നും രണ്ട് കുറ്റവാളികളെ കൊണ്ടുവരിക, ജയിലിൽ നിന്നും 2 കുറ്റവാളികളെ കൊണ്ടുവരിക. 2 കുറ്റവാളികളെ ഹാജരാക്കപ്പെട്ടു. രാജാവ് ഉടൻ തന്നെ എന്ത് ചെയ്തു? ഒരു കുറ്റവാളിയുടെ നേരെ വാൾ ചൂണ്ടുകയും അവനെ വെട്ടുകയും ചെയ്തു. അതോടുകൂടി എന്ത് ചെയ്തു? കഴുത്തറ്റ നിലയിൽ അവൻ താഴത്തേക്ക് പതിച്ചു. അവന്റെ തല അവിടെ വീണു ഉരുണ്ടു. അതോടുകൂടി അവൻ എന്ത് ചെയ്തു? മരണപ്പെട്ടുപോയി. മറ്റേ ആളിങ്ങനെ പേടിച്ച് പറച്ച് നിൽക്കുകയാണ്. അവനോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, എന്റെ ഔദാര്യമായി താങ്കൾക്ക് ഞാൻ ജീവൻ നൽകുകയാണ്, താങ്കൾ വീട്ടിലേക്ക് പോയിക്കോളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരെ നോക്കി, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ആലോചിച്ചു നോക്കാം, എന്റെ റബ്ബിന് ജീവൻ നൽകാനും ജീവൻ എടുക്കാനും കൊടുക്കാനും എടുക്കാനും ഒക്കെ കഴിവുള്ളവനാണെന്ന് പറഞ്ഞപ്പോ രാജാവ് എന്ത് ചെയ്തു? ഒരു ജീവനുള്ള ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു. ജീവനുള്ള ഒരു മനുഷ്യനോട് ജീവിക്കാൻ പറയുകയും ചെയ്തു. പലപ്പോഴും കപടതയുടെയും അതുപോലെ തന്നെ നിഷേധത്തിന്റെയും ഒക്കെ യുക്തി എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ളതാണ്. പലപ്പോഴും ഇത്തരം സംവാദ വേദികളൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇത്തരം അപ്രായോഗികമായിട്ടുള്ള യുക്തികളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് വലിയ ബുദ്ധി രാക്ഷസൻ ചമയാൻ ശ്രമിക്കുന്ന ആളുകളെയൊക്കെ ഇന്നും നമുക്ക് നമ്രൂദിന്റെ പിൻഗാമികളായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരം ഒരു അന്ധമായ ഒരു തരത്തിലുള്ള ഒരു യുക്തി രാജാവ് പ്രകടിപ്പിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അപ്പോൾ തന്നെ രാജാവിനോട് പറഞ്ഞു, ഖാല ഇബ്രാഹിം ഫഇന്ന അല്ലാഹ യഅതി ബിശംസ് മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. അടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാദമാണ്. കാരണം ഭൗതികമായി നമുക്ക് ഇടപെടാൻ കഴിയുന്ന മേഖലകളിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ യുക്തി പറഞ്ഞാൽ പാവങ്ങളായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത്രമാത്രം മൂഢത്തരം രാജാവ് കാണിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അപ്പൊ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ അടവൊന്ന് മാറ്റിപ്പിടിച്ചത്. ഒരിക്കലും മനുഷ്യന് പ്രാപിക്കാൻ കഴിയില്ലാത്ത പ്രാപഞ്ചിക വസ്തുതകളെ മുൻനിർത്തിക്കൊണ്ട് അടുത്ത ചോദ്യശരം
നമ്രൂദിനെ പായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു എന്താണ്? എന്റെ റബ്ബ് മശ്രിഖിൽ നിന്നാണ് സൂര്യനെ ഉദിപ്പിക്കാറുള്ളത്. നിങ്ങളത് മഗ്രിബിൽ നിന്നൊന്ന് ഉദിപ്പിച്ച് കാണിച്ചാൽ കൊള്ളാം, നിങ്ങളുടെ ഉലൂഹിയത്തിനെ ഞാൻ അംഗീകരിക്കാം. വിശുദ്ധ ഖുർആൻ പറയുന്നത് കുഫ്രിയത്തിന്റെ നാവടഞ്ഞു പോയി എന്നാണ്. കുഫ്രിയത്ത് അവിടെ നിശബ്ദമായി പോയി. എന്നാൽ അതുകൊണ്ടൊന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ചിന്തയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതബോധത്തിന്റെ ദൈവികമായ സങ്കല്പങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ ഒന്നും മനസ്സിലാക്കാൻ രാജാവ് തയ്യാറായില്ല. ഏതൊരു ഇബ്രാഹിമിന്റെ മുന്നിലാണോ അലൈഹിസ്സലാം താൻ ഒന്നുമല്ലാതെ നിശബ്ദനായി പോയത്, ആ ഇബ്രാഹിമിനെതിരിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനാണ് രാജാവ് നമ്രൂദ് അപ്പോൾ തയ്യാറായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് കൂട്ടിച്ചേർക്കുന്നു, അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അതിക്രമിയായ ഒരു വ്യക്തിക്ക് അള്ളാഹു എങ്ങനെ ഹിദായത്ത് നൽകാനാണ്? കാരണം ഈ ഒരൊറ്റ സംഗതിയോടുകൂടി, ഈ ഒരു ചോദ്യത്തോടുകൂടി 100% മനസ്സ് സത്യത്തെ സ്വീകരിക്കാൻ പ്രാപ്തമായ ഒരവസ്ഥയിലേക്ക് വന്നിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു പ്രയോഗം ആ ഒരു സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ആയത്തിന്റെ അവസാനത്തിൽ കൂട്ടിച്ചേർക്കുമായിരുന്നില്ല. അവിടെ പറഞ്ഞത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. എങ്ങനെയാണ് ഒരു അതിക്രമകാരിയായ ഒരു വ്യക്തിക്ക് അള്ളാഹു ഹിദായത്ത് കാണിക്കുക എന്നുള്ളതാണ്. സത്യം ഇത്രയും വ്യക്തമായിട്ട് തന്റെ മുന്നിൽ പുലർന്നിട്ടും ആ സത്യത്തോട് മുഖം തിരിച്ച സമീപനം പ്രകടിപ്പിക്കുന്നത് സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുന്നതിന്റെ ഭാഗം തന്നെയാണെന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്. അള്ളാഹു ഒരാളോടും അതിക്രമം പ്രവർത്തിക്കുന്നതല്ല, ഓരോ ആളുകളും സ്വന്തത്തോട് തന്നെയാണ് അതിക്രമം പ്രവർത്തിക്കുന്നത് എന്നാണ് വസ്തുതകൾ വ്യക്തമാക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലും ഇത്തരം നിഷേധാത്മകമായിട്ടുള്ള സമീപനങ്ങളുമായി ആളുകൾ കടന്നു വരുമ്പോൾ ഇന്ന് നമുക്കിടയിൽ നിലനിൽപ്പുള്ള ഏതെങ്കിലുമൊക്കെ ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങളെ മുൻനിർത്തിയിട്ടായിരിക്കും ആളുകൾ വരാറുള്ളത്. പക്ഷെ പലപ്പോഴും ശാസ്ത്രത്തെക്കുറിച്ച് അത്രയൊന്നും ബോധമോ ബോധ്യമോ ഇല്ലാത്ത മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ഗതികേട് പലപ്പോഴും സംഭവിക്കാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് നല്ല ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ദൈവനിഷേധവും അവന്റെ മുന്നിൽ വിലപ്പോകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ കാരണം ഖുർആനിനെ പഠിക്കാൻ തയ്യാറാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിജ്ഞാനത്തിന്റെ ഉന്നതമായ വഴികളിലേക്ക് കയറി ചെന്നേ പറ്റൂ എന്നുള്ളത് ഖുർആൻ അവന്റെ മുന്നിൽ പിടിക്കുന്ന ഒരു നിർബന്ധമാണ്. ഇപ്പോൾ എത്രയോ ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിലെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, പ്രകൃതിയിലുള്ള ഓരോരോ അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ. ഈ ആയത്തുകളെ കുറിച്ചൊക്കെ ആധികാരികമായി പഠിച്ചു വരുമ്പോൾ ആ നേർക്ക് നേരെ ആ ഖുർആനിൽ നിന്നും നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് പകരം ഇപ്പൊ പ്രപഞ്ചങ്ങളെ കുറിച്ച് പറഞ്ഞു, വഖദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്ത് സമാവാതി വൽ അർദ് എന്ന് ഖുർആൻ പറഞ്ഞു. അതായത് മലക്കൂത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് കാണിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ ആധികാരികമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോരോ പ്രവാചകന്മാർക്ക് മുന്നിലും അള്ളാഹു ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ അഭൗതികമായിട്ടുള്ള വലിയ രഹസ്യങ്ങൾ മറനീക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ ശക്തിയുക്തമായി കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്രത്തോളം വിജ്ഞാനങ്ങൾ അവർ ആർജിക്കുമ്പോൾ അത്രത്തോളം ജനങ്ങൾക്ക് മുന്നിൽ വൈജ്ഞാനികമായിട്ടുള്ള ചർച്ചകളിൽ കൂടുതൽ സജീവമാകാനുള്ള ഒരു ശേഷിയും പ്രാപ്തിയും പ്രവാചകന്മാർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ബാധ്യത എന്താണ്? ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ഒരു സന്ദർഭത്തിൽ ആഗ്രഹിച്ചു പോയി എന്താണ്? എനിക്ക് ശേഷം ഒരു പ്രവാചകർ വരാനുണ്ട്, മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ഒരു അനുയായിയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഇവിടെ ആഗ്രഹിക്കുന്നത് ഹദറത്ത് മൂസാ നബി അലൈഹി സ്വലാമാണ്. വലിയൊരു പ്രവാചക പദവിയിലുള്ള ഉന്നതനായ ഒരു വ്യക്തിയാണ്. ഉലുൽ അസ്മ് പ്രവാചക ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഉലുൽ അസ്മ് എന്ന റാങ്കിങ് നിരയിലുള്ള മഹാനായ ഒരു പ്രവാചകനാണ് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അദ്ദേഹം തരം താരാൻ തയ്യാറാകുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ അദ്ദേഹം കൂടുതൽ ഔന്നത്യം ആഗ്രഹിച്ചത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എനിക്കൊന്ന് ഉൾപ്പെടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ്.
നമ്മളൊക്കെ ഏത് തലത്തിലാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് നമുക്ക് ഉൾപ്പെട്ടിട്ടുള്ളത്. ആ ഒരു ഉമ്മത്തിലാണ് നമുക്ക് ഉള്ളത്. എന്നാൽ അതിന്റെ യോഗ്യതകൾ പ്രകടിപ്പിക്കാൻ നമ്മെ കൊണ്ട് സാധ്യമാണോ എന്ന് ചോദിക്കുമ്പോഴാണ് പലപ്പോഴും ആളുകൾ പറയുക, ഗഹനമായ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യരുത്. ഇപ്പൊ ക്ലാസ്സിലായിരുന്നാലും ഖുതുബകളിലായിരുന്നാലും ആളുകളൊക്കെ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ഗഹനമായ ചർച്ചകളൊന്നും നടത്തരുത്. ലളിതമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചരിത്രം പറഞ്ഞോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെയുള്ള ചരിത്രങ്ങൾ പറഞ്ഞോളൂ. അത് പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിസ്സാരമായ വിഷയങ്ങളെക്കുറിച്ച് പറയണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ പരമ്പരാഗതമായി നമ്മൾ കേൾവി വന്നിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അല്ലാത്ത ഖുർആന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പാവങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് രംഗത്താണ് നമ്മൾ ഈ പാവത്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പാവത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു തരം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പഞ്ഞത്തരം എന്നാ പറയുക. കൊടുദാരിദ്ര്യമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ മുസ്ലിം സമുദായം പിന്നോക്കക്കാരാകാൻ വേണ്ടി കൊടിയും പിടിച്ച് തെരുവുകളിലൂടെ പോകുന്ന ഒരവസ്ഥയിലേക്ക് തരം താണിട്ടുണ്ടല്ലോ. ഒരു കുറ്റപ്പെടുത്താൻ വേണ്ടി സൂചിപ്പിക്കുന്നതല്ല, ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ജനങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ന്യൂനപക്ഷം ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളാണ്. പക്ഷെ അവരെക്കാളും ഭൂരിപക്ഷമാണ് മുസ്ലിം സഹോദരങ്ങൾ. എന്നിട്ടും പിന്നോക്കക്കാരാകാൻ വേണ്ടി കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ഗവൺമെന്റ് വെച്ച് നീട്ടുന്ന അവരുടെ പിച്ചച്ചട്ടിയിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന, അതിന് നേട്ടമൊന്നും പറയാൻ കഴിയില്ല, നേടിയെടുക്കുക എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. അവരുടെ പിച്ചച്ചട്ടിയിൽ നിന്നും എന്താണ് കൈയിട്ട് വാരാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ അങ്ങനെയാണോ നമ്മളെ കുറിച്ച് പരിചയപ്പെടുത്തിയത്? അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഒന്ന് രണ്ട് സൂറത്തുകൾ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. സൂറത്തുൽ ആലു ഇംറാനിൽ പറഞ്ഞു, മൂന്നാമത്തെ സൂറത്താണ്. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലാ തഹീനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. വലാ തഹീനു, നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്. ഞങ്ങളെ പിന്നോക്കക്കാരാക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വയം ദുർബലരാകരുത്. ഞങ്ങൾ വിവരമില്ലാത്തവരാന്ന് പറയരുത്. വിദ്യാഭ്യാസ രംഗത്തോ വൈജ്ഞാനിക രംഗത്തോ ഏതേത് രംഗത്തായിരുന്നാലും നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്. ഖുർആൻ എന്നോട് ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, വലാ തഹീനു, നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്. വലാ തഹീനു, നിങ്ങൾ ഈ ഭയപ്പെടുകയും ചെയ്യരുത്. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ ഏറ്റവും ഉന്നതരാണ് അല്ലാഹ് പറയുക. അപ്പൊ അഅലൗൻ എന്ന് ഖുർആൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്താണ്? കൂടുതൽ അസ്ഫലിലേക്ക് തരം താഴാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഖുർആന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചിന്തകളല്ലേ പലപ്പോഴും നമുക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉന്നതരായിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, അല്ലാതെ പിന്നോക്കക്കാരായിട്ട് ഈ പറഞ്ഞപ്പെട്ടതുപോലെ പിച്ചച്ചട്ടിയിൽ നിന്നും എന്തെങ്കിലും വാരിയെടുക്കാനുള്ള തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തരുത്. അതൊന്നും നമ്മളെ പിന്നോക്കക്കാരായ ഒരു മാനസികാവസ്ഥയിലേക്ക് നയിക്കുള്ളൂ. ഇപ്പൊ ഖുർആൻ പറഞ്ഞ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളോട് ഉന്നതരാകാൻ പറയുന്നത്. ഇനി മുഅ്മിനീങ്ങളാകാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു വായിക്കൂ? നമ്മുടെ ചിന്തയ്ക്ക് ഖുർആൻ എന്താണ്? സ്വതന്ത്രമാക്കി വിടുകയാണ്. തരം താഴാൻ തീരുമാനം എടുത്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ പറഞ്ഞാലും ഉന്നത തലത്തിലേക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒരിക്കലും അവർ തയ്യാറാകില്ല എന്നുള്ളതാണ്. നമ്മുടെ ഖുർആനെ നമ്മൾ നെഞ്ചിലേറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഏത് രൂപത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ വന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി പറഞ്ഞതാണ്, ഈരാറ്റുപേട്ടയിൽ 100ഓളം കുടുംബങ്ങൾ അവിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. വെറും ബാലിശമായ വാദങ്ങളാണ്. ഇപ്പൊ ഈ അടുത്ത് ഒരു വ്യക്തി, അദ്ദേഹം എന്താണ് ഫിസിക്സിൽ PhD ഒക്കെ എടുത്തിട്ടുള്ള വലിയൊരു വിദ്യാസമ്പന്നനാണെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് 2 ദിവസം മുമ്പ് ഒരു യൂട്യൂബ് വീഡിയോ, അദ്ദേഹത്തിന്റെ ഒരു വാദം പരിശോധിച്ചുകൊണ്ട് മാത്രം ആ ഒരു വീഡിയോ കേൾക്കാൻ തയ്യാറായതാണ്. ഒരു അവിശ്വാസിയുടെ, അദ്ദേഹം പറയാണ്, ഞാൻ ഒരു നല്ലൊരു വിശ്വാസിയായിരുന്നു, എന്തുകൊണ്ട് ഞാൻ അവിശ്വാസത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതിന് കൃത്യമായ രൂപത്തിൽ ഉത്തരം ആരെങ്കിലും തന്നാൽ ഞാൻ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യത്തെ ഉൾക്കൊള്ളാനോ അതിന് മറുപടി കൊടുക്കാനോ നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകൾ തയ്യാറാകും എന്നുള്ളതാണ്. കാരണം ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കേൾക്കുന്ന ഉടനെ മുട്ടിടിച്ചിട്ട് പേടിച്ച് വിറച്ചിട്ട് പിന്നോക്കം പോകുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ഇന്നയാളെ ഞാൻ കൊണ്ടുവരാം, അദ്ദേഹത്തിന് മറുപടി തരാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ നല്ല സന്ദർഭങ്ങളുണ്ട്. അതിന് നല്ല മറുപടികൾ കൊടുക്കുക, അദ്ദേഹത്തെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക.
ഒരു ഉദാഹരണം പറഞ്ഞാൽ സയൻസിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ പല ആളുകളും ഇപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ അതേ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയുകയാണ്. കാരണം യുക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിത സന്ദേശം ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. യുക്തിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത ഒരു മഹാനായിരുന്നു. അപ്പൊ പലപ്പോഴും നമുക്കിടയിലും യുക്തിയെ മുൻനിർത്തിക്കൊണ്ടാണ് പലപ്പോഴും മതനിരാസം ആളുകൾ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ യുക്തി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്താണ്? സയൻസിന്റെ ലോകമാണ്. അത് തന്നെ ഒരു തെറ്റായ കാഴ്ചപ്പാടാണ്. അത് മറ്റൊരു വിഷയം. ഒരിക്കലും യുക്തിയുടെ ലോകമല്ല സയൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊന്നാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യുക്തിയിൽ അധിഷ്ഠിതമാണ്. പക്ഷെ എന്നാൽ പോലും അനുഭവമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നേർക്കുനേരെ കാണാനും കണ്ട് മനസ്സിലാക്കാനും കാര്യങ്ങളെ സ്വയം ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയ്ക്കുള്ള വിജ്ഞാനങ്ങളെയാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരുപാട് പരിമിതികളുണ്ട് എന്നാണ് സയൻസ് ലോകത്ത് നിന്നും പല വ്യക്തികളും പറയുന്നത്. ഇപ്പൊ ലോകം ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന മഹാനായ ഒരു സയന്റിസ്റ്റാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ ബ്രീഫർ ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തിൽ തന്നെ അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായ രൂപത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഏതൊരു ഊർജ സിദ്ധാന്തവും അത് അല്പകാലത്തേക്ക് മാത്രമേ നിലനിൽക്കുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഊർജ സിദ്ധാന്തം വെച്ചാൽ ഫിസിക്സിന്റെ തിയറികൾ. ഏതൊരു ഫിസിക്സിന്റെ തിയറിയിലും വളരെ അല്പകാലത്തേക്ക് മാത്രമേ നിലനിൽക്കുള്ളൂ. അതിനത്രയ്ക്കുള്ള ആയുസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? എത്ര വലിയ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് ഇക്വേഷൻസ് നമ്മൾ മുന്നോട്ട് വെച്ചാലും, ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്സിന്റെ തിയറിയെ വ്യാഖ്യാനിക്കുന്ന മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്, അല്ലെങ്കിൽ ഗണിതശാസ്ത്രപരമായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അപ്പൊ ഏതൊരു ഇക്വേഷനോട് എത്രമാത്രം നമ്മുടെ അനുമാനങ്ങളും പഠനങ്ങളും ചേർന്ന് വന്നാലും, അദ്ദേഹം പറയണം, എത്രമാത്രം ചേർന്ന് വന്നാലും അതിനുശേഷം ഒരു കാലയളവിൽ അതിനെ എതിർക്കുന്ന, അതിനോട് യോജിക്കാത്ത ഏതെങ്കിലും ചെറിയൊരു ആശയം കടന്നു വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ആ സയൻസിന്റെ ആശയം അസ്ഥിരപ്പെട്ടു പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എത്രമാത്രം യോജിച്ചു വന്നാലും ഏതെങ്കിലും ഒന്ന് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എന്ത് ചെയ്യും? ആ ശാസ്ത്ര സിദ്ധാന്തം അസ്ഥിരപ്പെട്ടു പോകും. ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളെ മുൻനിർത്തിയിട്ടാണോ നമ്മൾ ഇന്ന് ദൈവികതയെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെന്ത് ചെയ്യണം? ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ തിയറികൾ, അതുപോലെ തന്നെ എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറികൾ, ഇനി പലപ്പോഴും ന്യൂട്ടോണിയൻ ഫിസിക്സിനെ മുൻനിർത്തിയിട്ടാണ് പലപ്പോഴും ശാസ്ത്രം എന്തെന്നറിയില്ലാത്ത നിരീശ്വരവാദികൾ പലപ്പോഴും ഇത്തരം അന്ധമായ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. വെച്ചാൽ നവ നമ്രൂദുമാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇവിടെ എന്ത് ചെയ്യണം? ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാമായി മാറാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ പരസ്പരമുള്ള തർക്കങ്ങളെ കുറിച്ചൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അവിടെ എന്താണ്? ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് കൊന്നു കളഞ്ഞു, വേറൊരു മനുഷ്യനോട് പോയി ജീവിക്കാൻ പറയുന്നു. അപ്പൊ അതിന്റെ മുന്നിൽ വെറുതെ നമ്മളിങ്ങനെ അന്തം വിട്ടു പോകാതെ അതിന് അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? മറ്റൊരു യുക്തിയെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്ത, കാരണം മഗ്രിബിൽ നിന്നും അല്ലെ എന്താണ് കിഴക്ക് നിന്നും സൂര്യനെ ഉദിപ്പിക്കുന്ന അല്ലാഹ് അത് പടിഞ്ഞാറാണ് അസ്തമിപ്പിക്കുന്നത്. നീ ഒന്ന് പടിഞ്ഞാറൊന്ന് ഉദിപ്പിച്ച് കിഴക്കൊന്ന് അസ്തമിപ്പിക്കാമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അവിടെ? ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു യുക്തിബോധമാണ്. അത്തരം യുക്തിയിൽ അധിഷ്ഠിതമായ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിന്നും വഴിതെറ്റിപ്പോകുന്ന ആളുകളെയൊക്കെ ശരിയായ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകണം. അതിനെന്ത് ചെയ്യണം? നന്നായിട്ട് നമ്മൾ വിഷയങ്ങളൊന്ന് പഠിക്കണം. അപ്പൊ പലപ്പോഴും നമ്മൾ ഒരുപാട് സമയങ്ങൾ വിനിയോഗിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ കച്ചവടം കഴിഞ്ഞു, അല്ലെ നമ്മളുടെ ജോലി കഴിഞ്ഞു, എല്ലാം കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോയി കൂട്ടുകൂടി ഇരുന്നിട്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യും. നമ്മുടെ ചർച്ചകളിൽ അധികം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം യുക്തിഭദ്രമായിട്ടുള്ള ചർച്ചകളാണോ? ഞാനൊന്ന് വിലയിരുത്തി നോക്കുക. ആണെങ്കിൽ അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. അല്ല എങ്കിലോ പൊതുവിൽ നാട്ടിൽ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോ കൂടുതൽ അതിൽ ഫിത്തനകളും ഫസാദുകളുമായിരിക്കും കൂടുതൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരിക. ഈ ഫിത്തനകളും ഫസാദുകളും എത്ര കാലം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും? ഓരോ ഫിത്തനകളുമായി ബന്ധപ്പെടും തോറും നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പലപ്പോഴും നമസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഓരോ പള്ളിയുടെ പ്രദേശങ്ങൾ ഇരിക്കാനും നിൽക്കാനും ഒക്കെ നല്ല സ്ഥലങ്ങളുണ്ടാവും. അതിനുവേണ്ടി ആളുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ പോയിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ വിഷയങ്ങളാണ്. ഈ നാട്ടിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എത്രമാത്രം ഫിത്ന ഫസാദുകൾ അതിൽ കടന്നു വരും എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകൾ പറയും, ചെയ്യുന്നതല്ലേ ഞങ്ങൾ പറയുന്നെന്ന് പറയും. അവിടെയാണ് സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഒരു സമൂഹം ചെയ്ത തെറ്റ് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് ഗീബത്ത് എന്ന് പറഞ്ഞത്. അതിനെയാണ് ഖുർആൻ വിരോധിച്ചത്. അതാണ് വലിയ വലിയ നന്മകളെ നമ്മളെ കാർന്നതിൻ്റെ രൂപത്തിലുള്ള മാരകമായ തെറ്റ് എന്ന് പറഞ്ഞത്. ചെയ്യാത്ത തെറ്റാണ്, അത് ആരോപണമാണ്, അത് ഇതിനേക്കാൾ കടുപ്പമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ വിലയിരുത്തുക, പഠിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുക, ആ രംഗത്ത് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുക, പഠനങ്ങൾ നടത്തുക, എന്നിട്ട് അതിനെ തെളിയിക്കുക, എന്നിട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കുക, ഇതിൽ യാതൊരു നന്മയില്ലെന്ന്. എത്ര സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ സോഷ്യോളജിയെ കുറിച്ചൊക്കെ നമ്മളൊന്ന് പഠിച്ചു നോക്കുക. അതൊക്കെ പഠിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള വലിയ തിന്മകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരു നാടിനെ തന്നെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ആ നാട്ടിലെ ജനങ്ങളുടെ ഇത്തരം പ്രവണതകൾ കൊണ്ട് സാധ്യമാകുമെന്നാണ് സോഷ്യോളജിയൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പൊ എന്തിനാണ് നമ്മുടെ നാടിനെ നമ്മളായിട്ട് തന്നെ നശിപ്പിക്കുന്നത്? അപ്പൊ മറ്റുള്ളവരൊക്കെ നമ്മുടെ നാടിനെ എതിരെ തിരികുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമ്മളെല്ലാം കൂടി രംഗത്ത് വരും. നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, നമ്മുടെ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശരിക്കും നല്ലൊരു പങ്കും ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ കഴിവുകളെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. എൻ്റെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ മറ്റുള്ളവൻ്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ഞാനിങ്ങനെ റോഡരികിൽ അല്ലെങ്കിൽ തെരുവുകൾ കഴിഞ്ഞുകൂടുകയാണ്. എൻ്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ അന്വേഷിക്കുന്നില്ല. എൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ മോൻ ഏത് ക്ലാസ്സാണ്, ഏത് ഡിവിഷനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. പലപ്പോഴും പിതാക്കന്മാരുടെ അവസാനം ഇതൊന്നും അറിയില്ല. അവിടെ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാൽ അറിയില്ല, വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കും. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. കാരണം എനിക്കറിയുന്ന കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്ന കുറെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എത്ര കാലം നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നയിക്കും? അവസാനം പരലോകത്ത് പോകുമ്പോൾ ഒരു നന്മയും അവശേഷിപ്പിക്കാത്ത ഒരവസ്ഥയിലായിരിക്കും ആ ജീവിതം അവിടെ ചെന്ന് അവസാനിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള നല്ല ബോധം നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ യുക്തിഭദ്രമായ ചർച്ചകളുമായിട്ടാണ് നമ്രൂദിന്റെ അടുക്കിലേക്ക് പോയിട്ടുള്ളത് എന്നും നമ്രൂദിന്റെ വിവരം കെട്ട ആശയങ്ങൾക്ക് മുന്നിൽ പ്രാപഞ്ചിക സത്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് യുക്തിയധിഷ്ഠിതമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്രൂദിന്റെ വാദങ്ങളെ അവിടെ പൊളിച്ചു കളഞ്ഞു എന്നും നമ്രൂദിനെ നിശബ്ദനമാക്കി കളഞ്ഞു എന്നും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ നല്ല ശൈലികളെ ഒരു മതത്തിന്റെ ബാധ്യതയായി സ്വീകരിക്കുകയും ആ നിലയ്ക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങളെ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യണമെന്നാണ് ഖുർആൻ ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പലപ്പോഴും അവിശ്വാസങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്നും വ്യതിചലിക്കാൻ വ്യഗ്രത കാണിക്കുന്ന പല മനസ്സുകളുമായി നമ്മൾ സംവദിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ അനുഭവത്തിലുള്ള ചില കേവല വാദങ്ങളെയാണ് അവർ വലിയ സത്യമായിട്ടോ തത്വമായിട്ടോ ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഇവര് പറയുന്ന ഈ വലിയ സത്യങ്ങൾ, അതിന്റെ പിന്നിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അത് എത്രത്തോളം യുക്തിയോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കണം. ഇപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈരാറ്റുപേട്ടയിൽ 100ഓളം കുടുംബങ്ങൾ അവിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കണക്കുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇവര് മുസ്ലിമീങ്ങളായ ആളുകളല്ല, മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയാണ്. അപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി, നേരത്തെ പറയപ്പെട്ടതുപോലെ തന്നെ ഫിസിക്സിൽ PhD ഒക്കെ എടുത്തിട്ടുള്ള വലിയൊരു വ്യക്തി മുന്നോട്ട് വെച്ച ഒരു വാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എല്ലാം കാണുന്ന വ്യക്തിയാണ്, എല്ലാം കേൾക്കുന്ന വ്യക്തിയാണ്, എല്ലാത്തിനും കഴിവുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ ബാലികമാർക്കെതിരിലുള്ള ലൈംഗികമായ ചൂഷണം ദൈവം കണ്ട് ആസ്വദിക്കുകയാണോ എന്നാ ചോദിച്ചത്. ഒരുപാട് ലൈംഗികമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടുകളിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കെതിരിലുള്ള ഇത്തരം ലൈംഗികമായ അതിക്രമങ്ങളൊക്കെ കണ്ടിട്ട് ദൈവം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവം കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു വിശദീകരണം കൂടി ഇവന്റെ വകയായിട്ട് കൊടുക്കും, ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിയാണല്ലോ,
ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അവിടെയാണ് ഭൗതിക ലോകത്തിന്റെ അതിന്റെ നിയമം എന്താണ് എന്ന് ഇവിടെ എന്താണ് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. അതൊന്നും ഇവിടെ പഠിക്കില്ല, അവിടെ ഒന്നും ചർച്ച ചെയ്യത്തില്ല. ഭൗതിക ലോകത്തോടുള്ള ദൈവികമായിട്ടുള്ള ഇടപെടലിന്റെ സ്വഭാവം എന്താണ്, ഇതൊന്നും പഠിക്കില്ല. ഇതൊന്നും പഠിക്കാതെ ആരെങ്കിലും ഒക്കെ ശരിയാണല്ലോ, അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹ് ഇറങ്ങി വരണം, അപ്പൊ തന്നെ എന്ത് ചെയ്യണം? അവനെ ഭസ്മമാക്കി കളയണം. അങ്ങനെയാണെങ്കിൽ ദൈവിക നീതി ഇവിടെ സത്യമാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ അനീതിയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലോ? ദൈവം അപ്പൊ തന്നെ കൊണ്ട് അവനെ കരിച്ചു കളയണം. ഇപ്പൊ കൊള്ളാം, ഇങ്ങനെയുള്ള ദൈവവാങ്യം വലിയ തരക്കേടില്ല, നമ്മൾ ആ ദൈവത്തിൽ വിശ്വസിച്ചോളാം. നമ്മളൊന്ന് ആലോചിക്കുക, വലിയ ബുദ്ധിരാക്ഷസന്മാരെന്ന് അറിയപ്പെടുന്ന അല്ലെ അവകാശപ്പെടുന്ന ആളുകൾ പോലുമാണ് ഇത്തരം ബാലിശമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? ആളുകളെ അടിക്കടി വിശ്വാസ രംഗത്ത് നിന്നും പിന്നോട്ടടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിഷയത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത പാവങ്ങളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ, പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വൈജ്ഞാനികമായ പാപ്പരത്വം അനുഭവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഇത്തരം അന്ധമായിട്ടുള്ള വാദങ്ങളിൽ പെട്ടുപോകും. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുക, എന്താണ് അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യും. ഇപ്പൊ നാടിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തൽക്കാലം ഉപേക്ഷിക്കുക. നമ്മൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുക, കൂടുതൽ നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. ചുരുക്കത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പോലുള്ള മഹാനായ ഒരു വ്യക്തി ഖുർആനിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് നല്ല കാഴ്ചപ്പാടിലേക്കും നല്ല യുക്തിബോധത്തിലേക്കും നല്ല ചിന്തകളിലേക്കും യഥാർത്ഥ പഠനങ്ങളിലേക്കും കാഴ്ചപ്പാടിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനാണ്. അപ്പൊ ഇബ്രാഹിമി മില്ലത്തിനെ പിൻപറ്റുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അതൊരു മതപരമായ നമ്മുടെ വ്യക്തിപരമായ ബാധ്യതയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഒരു സമയത്ത് ഖുർആൻ ചോദിച്ചു, ഇബ്രാഹിം ഇല്ലാമൻ സഫിയ നസ്ഫ, അതായത് സ്വന്തം ആത്മാവിനോട് സ്വയം മൂഢത്തരം കാണിക്കുന്നവനല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാർഗത്തോട് വിമുഖത കാണിക്കുക എന്നാണ് ചോദിച്ചത്. അപ്പൊ ആ മാർഗത്തെ നമ്മൾ അടുത്തെറിയണം, നന്നായി പഠിക്കണം, മനസ്സിലാക്കണം. അതിനുള്ള നല്ല ബോധവും ചിന്തയും തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനോടുള്ള ആ ഖുർആനോടുള്ള ബാധ്യതകൾ അല്ലെങ്കിൽ മതത്തോടുള്ള ബാധ്യതകളൊക്കെ ഏറ്റവും ശരിയായ രൂപത്തിൽ നിർവഹിക്കാനുള്ള, ദഅവത്ത് രംഗത്ത് സജീവമാകാനുള്ള നല്ല ചിന്തയും തിരിച്ചറിവും നൽകി നല്ല ബോധവും ആവേശവും നൽകി അള്ളാഹു മുസ്ലിം സമുദായത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാവങ്ങളെയും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെ വഴിയിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താക്കത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.